യും പല വലിയ ദൈവപ്രവർത്തികളുടെയും സൈനുകൾ ഈ 2025 തന്നെ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു അത് സഭ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. 2026 അസാധാരണമായി കർത്താവ് ചെയ്യാൻ പോകുന്ന വലിയ വീര്യപ്രവർത്തികളുടെ, വലിയ അത്ഭുതങ്ങളുടെ, ഒരു മാനുഷിക ബുദ്ധിക്കും അപ്പുറമായി നിന്റെ ലൈഫിൽ നടക്കാൻ പോകുന്ന പല പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ പോലെ കർത്താവ് ഇവിടെ ചിലത് തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. അജ്മാൻ സഭ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഞാൻ ഈ പുൽപ്പുറ്റിൽ നിന്ന് ഞാൻ പറയുകയാണ്, അജ്മാൻ സഭ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആത്മാവിന്റെ ഐക്യത തുറക്കാൻ പോവുകയാണ്. ഇന്നുവരെ അജ്മാൻ സഭ കണ്ടിട്ടില്ലാത്ത ആത്മാവിന്റെ ഐക്യത തുറക്കുന്ന ഒരു സീസൺ ഓപ്പൺ ആകാൻ പോവുകയാണ്. അത് 2026 മുമ്പ് തന്നെ അതിന്റെ സൈനുകൾ ഞങ്ങൾ കണ്ടു തുടങ്ങും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ ദൈവ ശബ്ദത്തെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? സഭ കാണുമെന്ന് പറഞ്ഞാൽ അതിൽ നീയുമുണ്ട്. സഭ കാണുമെന്ന് പറഞ്ഞാൽ അത് നിന്റെ കുടുംബവുമുണ്ട്. ആത്മാവിന്റെ ഐക്യതയുടെ ഒരു വലിയ ഒരു എക്സ്പ്ലോഷൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആത്മാവിന്റെ ഐക്യത, യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് ഇവിടെ തുറക്കാൻ പോവുകയാണ്. യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് തുറന്നാൽ ഈ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റിൽ പലരും നിൽക്കാത്തത് കൊണ്ടാണ് പലരും ഭയങ്കര ഭയത്തിൽ ജീവിക്കുന്നത്. ഭയത്തിൽ ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ സ്ഥിരമായി ചർച്ചിൽ വരുന്നുണ്ട്, പക്ഷെ അവർ വരുന്നതെല്ലാം ഭയത്തിന്റെ പുറത്താണ് വരുന്നത്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആക്സിഡന്റ് ഉണ്ടായാലോ, ഇപ്പൊ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ ചർച്ചിൽ വരണ്ടായോ? ചർച്ചിൽ വന്നില്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായാലോ? ഭയപ്പെട്ടിട്ടാണ് പലരും വരുന്നത്. രോഗം സൗഖ്യമായില്ലെങ്കിലോ, രോഗം വന്നാലോ? ഭയത്തിന്റെ പേരിലാണ് പലരും ചർച്ചുമായി കണക്ട് ആകുന്നത്. എൻ്റെ നിലവിലുള്ള സമ്പത്തിൽ നിന്നും എനിക്കൊരു ഉയർച്ച വേണം, ഇല്ലെങ്കിൽ അതിൽ നിന്നും എനിക്ക് താഴാൻ പറ്റുകയില്ല, എനിക്കൊരു നന്മ ഉണ്ടാകണം. ഞാൻ ചർച്ചിൽ വന്നില്ലെങ്കിൽ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിശാച് അങ്ങനെ എന്നെ തകർത്താലോ? പലരും ഭയത്തിൽ നിന്നാണ് ചർച്ചുമായിട്ട് കണക്റ്റായി നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നീ ഭയത്തിന്റെ പുറത്ത് വരാനല്ല. കർത്താവ് ആഗ്രഹിക്കുന്ന നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ, എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചില്ലെങ്കിലും നിനക്ക് എന്നോടൊരു ബന്ധമുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കാൻ തയ്യാറാണോ? നിനക്ക് എന്ത് സംഭവിച്ചാലും നീ സഭയിൽ വരാൻ തയ്യാറാണോ? അങ്ങനെയുള്ള ചിലരെ കർത്താവ് ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഭയത്തിന്റെ പുറത്തല്ല ഇനിയും ഇവിടെ ജനങ്ങൾ കയറുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ. എനിക്ക് എന്ത് ലഭിച്ചാലും എന്ത് ലഭിച്ചില്ലേലും, എനിക്ക് നാളെ ആയുസ് ഉണ്ടെങ്കിലും നാളെ ആയുസില്ലെങ്കിലും, ഇന്ന് എന്നെ നിർത്തിയ ദൈവത്തിന് വേണ്ടി ഞാൻ ആരാധന കൊടുക്കാൻ വരുമെന്ന് പറയുന്ന ഒരു കൂട്ടർ ഭയത്തിന്റെ പുറത്തിൽ വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ബന്ധത്തിന്റെ പുറത്ത് വരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിലെല്ലാം കണക്റ്റ് ആവുന്നേ. വിദ്യാഭ്യാസം മുടങ്ങിയാലോ, തലമുറയുടെ വിഷയം മുടങ്ങിയാലോ, എൻ്റെ ബിസിനസ് പൊളിഞ്ഞാലോ, എൻ്റെ ജോലിക്ക് കോട്ടം വന്നാലോ, എന്ത് സംഭവിച്ചോട്ടെ,
നാളെ അവസാനിച്ചോട്ടെ എല്ലാം, അതൊന്നും എന്റെ പ്രശ്നമല്ല. ഭയത്തിലായിരിക്കല്ലേ ഈ സഭയിൽ ഒരു വ്യക്തികളും വരുന്നത്. ഈ ഭയത്തിനെ പൊളിച്ചുകൊണ്ട് ഒരു കൂട്ടർ ആത്മാവിന്റെ ഐക്യതയോട് കയറുകയാണ്. ഈ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യും. ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഡെലിവറി അഡ്രസ്സ് കൊടുക്കും. അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനവുമായി ഡെലിവറി ചെയ്യുന്ന ആൾ വന്നിട്ട് ആ അഡ്രസ്സിൽ വന്നിട്ട് വിളിക്കും, കൊട്ടിയിട്ട് പറയും എന്നാ നിങ്ങളുടെ സാധനം, ഇത് നമ്മൾ വാങ്ങിക്കും. ഇതേ സെയിം കാര്യമാണ് പിശാച് ഈ ഭയത്തിന്റെ വിഷയത്തിലും ചെയ്യുന്നത്. പിശാച് നിങ്ങളുടെ അഡ്രസ്സിൽ വന്ന് കൊട്ടും, നിങ്ങൾ ഡോർ തുറക്കും, നിങ്ങൾ അതിനെ വാങ്ങിച്ച് ടെൻഷൻ അടിച്ച് ഭയപ്പെട്ട് രോഗങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ സ്പിരിച്വൽ ലൈഫ് തകരുക, കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാതാവുകയാണ്. ഇതെല്ലാം ഭയത്തിൽ നിന്നും വരുന്നതാണ്. പക്ഷെ എങ്കിൽ എന്നോട് കർത്താവ് പറയുന്നു, ഇന്നു മുതൽ പിശാച് നിന്റെ ഡോറിൽ കൊട്ടുമ്പോൾ നീ പറയണം, പിശാച് ഇത് അഡ്രസ് വേറെയാണ്, നീ വന്ന അഡ്രസ് തെറ്റിയിട്ടുണ്ടെന്ന്, ഇത് നിന്റെ ഭയത്തെ പിടിച്ച് ഇരിക്കുന്ന ഒരു ഭവനമല്ലെന്ന്, ഇത് മന്ദിരം വേറെയാണ്, ഇത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. ഇവിടെ ഭയമല്ല നിൽക്കുന്നത്, ഇവിടെ ധൈര്യമാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു ഭയത്തിനും ഇവിടെ കയറാൻ സാധിക്കുകയില്ലെന്ന് പറയുന്ന പറഞ്ഞോണം. അഡ്രസ് മാറി പിശാചേ. ഉപവാസ പ്രാർത്ഥനയോടുകൂടി ഈ നവംബർ 1 അഡ്രസ് മാറി. ഈ അഡ്രസ്സിൽ ഇനിയും ഇത് റിസീവ് ചെയ്യത്തില്ലെന്ന്. ഈ അഡ്രസ് ഇന്ന് വരെ റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ എങ്കിൽ ഇന്ന് മുതൽ ഞാൻ പറയുന്നു, ഈ ഭവനം, ഇത് മന്ദിരം പരിശുദ്ധാത്മാവ് വസിക്കുന്നതാണ്. ഇത് പിശാചിന്റെ ഗുഡ്സിനെ റിസീവ് ചെയ്യുന്നതല്ല. യൂണിറ്റിയിൽ നിൽക്കണം. ഈ യൂണിറ്റിയിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല പിശാചിന്റെ ഡെലിവറികളും നമ്മളിങ്ങനെ റിസീവ് ചെയ്തുകൊണ്ടേയിരിക്കും. യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ഭയമെല്ലാം വിട്ടുമാറുമെന്നേ, ഒരു ഭയങ്കര ഒരു വിശ്വാസം അങ്ങ് വരുമെന്നേ. കഴിഞ്ഞ ആഴ്ച മുഴുവനും നമ്മൾ വിശ്വാസത്തെ പറ്റി പറഞ്ഞത്. യൂണിറ്റിയോടെ ഒരേ ഫെയ്ത്തിൽ കയറി നിൽക്കണം. ഒരു ദേശത്ത് ഒരു 3 പേർ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ, നിങ്ങൾ കുറച്ചു പേരെ വന്നിട്ടുള്ളൂ, അതാണ് നമ്മുടെ സന്തോഷം. ആഗ്രഹമുള്ളവർ മതി, ആഗ്രഹമില്ലാത്ത ഒരാൾ പോലും വേണ്ട. ഒരു ദേശത്ത് 3 പേർ നിൽക്കുകയാണ്. അവർ 3 പേർ ഈവനിങ് ടൈമിൽ നിന്ന് ചർച്ച ചെയ്യുകയാണ്. നാളെ ഞാൻ ഓസ്ട്രേലിയയിൽ ശുശ്രൂഷിക്കാം. രണ്ടാമത്തെ ആൾ പറയുകയാണ്, നാളെ ഞാൻ ആഫ്രിക്കയിൽ ശുശ്രൂഷിക്കാം. മൂന്നാമത്തെ ആൾ പറയുകയാണ്, ഞാൻ അമേരിക്കയിൽ ശുശ്രൂഷിക്കാം. 3 പേർ നിന്ന് ഡിസ്കസ് ചെയ്യുകയാണ് നാളത്തെ അവരുടെ ശുശ്രൂഷകളെ പറ്റി. അവർ ഇതെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം അവർ പിരിയുന്നതിന് മുമ്പ് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തായാലും പിരിയുകയല്ലേ, നമുക്ക് പിരിയുന്നതിന് മുമ്പേ നമുക്കൊരു മിൽക്ക് കോഫി കുടിക്കാൻ കാശില്ലാത്തത് കൊണ്ട് കട്ടൻ ചായ കുടിച്ചിട്ട് പിരിയാമെന്ന്. എത്ര പേർക്ക് മനസ്സിലായി? എടാ, കയ്യിൽ പൈസ ഇല്ലെന്നേ, പോക്കറ്റ് കാലിയാണ്, ഒരു മിൽക്ക് കോഫി കുടിക്കാൻ പോലും പൈസ ഇല്ലെന്നേ. പക്ഷെ പറയുന്നത് കട്ടൻ ചായ കുടിച്ചിട്ട് നമുക്ക് പിരിയാം. എടാ, ആയിരിക്കുന്ന സാഹചര്യത്തെ അല്ലെന്ന് നോക്കുന്നേ അവര്. നിന്റെ സാഹചര്യത്തെ അല്ല നോക്കേണ്ടത്, ദൈവം എന്താക്കാമെന്നാണോ നിന്നെ പറഞ്ഞത്. നിന്നെ ഭൂമിയുടെ അറ്റത്തോളം കൊണ്ടാവെന്ന് പറഞ്ഞാൽ, നിന്റെ തലമുറകൾക്കൊരു നന്മ വരുമെന്ന് പറഞ്ഞാൽ, നീ പോകാത്ത ഏരിയകളില്ലെന്ന് പറഞ്ഞാൽ, നീ പോകാത്ത ദേശങ്ങളില്ലെന്ന് പറഞ്ഞാൽ, ജാതികളെ നിന്റെ കൈവശമാക്കാൻ തരുമെന്ന് പറഞ്ഞാൽ, ആ വചനത്തെ
സാഹചര്യങ്ങൾക്കും അപ്പുറം വിശ്വസിച്ച് സ്റ്റെപ്പ് ചെയ്യുന്ന, സാഹചര്യത്തെ നോക്കിയല്ല ആമീൻ പറയേണ്ടിയേ, നിന്റെ കറണ്ട് സിറ്റുവേഷനെ നോക്കിയല്ല ആമീൻ പറയേണ്ടിയേ. ദൈവ ശബ്ദവും നിന്റെ ആയിരിക്കുന്ന സാഹചര്യത്തെ കമ്പയർ ചെയ്തിട്ടല്ല ആമീൻ പറയേണ്ടിയേ. സാഹചര്യങ്ങൾക്കും അപ്പുറമായി ദൈവ ശബ്ദത്തെ വിശ്വസിച്ച് സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു കൂട്ടർ. സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 3 പേരും വീട്ടിയിരിക്കണ്ടിയാ. വിശ്വാസത്തോടെ അങ്ങ് പറയുവാണെന്നേ, ഇതാരാ ഞങ്ങളോട് പറഞ്ഞേ? ദൈവമാണ്, ദൈവം കൊണ്ടുപോകാൻ വിശ്വസ്തനാണ് എന്നേ. ഓ റാബാ ഷെദേബേനെ, നിന്റെ തലമുറകൾ, എനിക്കറിയത്തില്ല, ചിലരോട് പറയുകയാണ്, നിന്നോട് ആരൊക്കെയോ പ്രവചിച്ചിട്ടുണ്ട്, നിന്റെ പ്രാർത്ഥന മുറിയിൽ തന്നെ നിന്നോട് ഇടപെട്ടിട്ടുണ്ട്. നിന്റെ തലമുറകൾ മറ്റുള്ള ലോകക്കാരുടെ തലമുറകളെ പോലെ നശിച്ചു പോകത്തില്ലെന്ന് എനിക്കറിയത്തില്ല. ഇത് ലൈവിൽ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ചിലരോട് പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ തലമുറകൾ മറ്റുള്ളവരുടെ തലമുറകളെ പോലെ നശിച്ചു പോകത്തില്ല, അവർ ദൈവരാജ്യത്തിൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വിശ്വസിച്ചോ, അത് ചെയ്യാൻ നിന്റെ ദൈവം വിശ്വസ്തനാണ്. Thank you, Jesus. Hallelujah. Hallelujah. നമുക്കൊരു വചനം വായിക്കാം. യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റിലൂടെ പോയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയ ഒരു ഏരിയ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവസനെ ഒന്ന് വായിച്ച് സഹായിക്കണം. ഗലാത്യർ 1:23-24. ഗലാത്യർ 1:23-24. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നുവെന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു. ഒരൊറ്റ വാക്യത്തിൽ ഒരു വ്യക്തിയുടെ പാസ്റ്റിനെയും പ്രസന്റിനെയും കുറിച്ച് പറയുകയാണ്. ഒരൊറ്റ വാക്യത്തിൽ ഒരു വ്യക്തിയുടെ പാസ്റ്റ് എന്താണെന്നും പ്രസന്റ് എന്താണെന്നും അവിടെ കൺഫേം ചെയ്ത് കൊടുക്കുകയാണ്. അവന്റെ പാസ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവൻ ഉപദ്രവിച്ചുകൊണ്ട് നടന്നിരുന്ന വ്യക്തിയാണ്. പക്ഷേ എങ്കിൽ പ്രസന്റിൽ പറയുന്നതെന്ന് വെച്ചാൽ അവൻ എന്തിനു വേണ്ടിയാണോ ഉപദ്രവിച്ചത് ആ വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുകയാണ്. പാസ്റ്റിൽ അവൻ തല്ലിപ്പൊളിയായിരിക്കാം, ഗുണ്ടയായിരിക്കാം, അവൻ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. പക്ഷേ എങ്കിൽ പ്രസന്റിൽ പറയുന്നു, അവൻ പ്രസംഗിക്കുന്നു, അവൻ പാസ്റ്ററാണ്. പണ്ട് തല്ലിപ്പൊളിയായിരുന്നു, പക്ഷേങ്കിൽ പ്രസന്റ് പറയുന്നു അവൻ പാസ്റ്ററായി പ്രസംഗിക്കുന്നെന്ന്. എന്താണ് ഈ പാസ്റ്റിനും പ്രസന്റിനും ഇടയിൽ ഈ ഒരു വിഷയം ഇങ്ങനെ ഇവർ കൺഫേം ചെയ്ത് പറയാൻ കാര്യം? എങ്ങനെയാണ് പാസ്റ്റിൽ നിന്ന് ഒരു വ്യക്തി ഇത്ര പെട്ടെന്ന് പ്രസന്റിൽ നിന്ന് പ്രസംഗിക്കാൻ കഴിഞ്ഞത്? എവിടെയാണ് അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നത്? ഇത് ആ വ്യക്തിയുടെ എന്തെങ്കിലും കഴിവിലാണോ സംഭവിച്ചത്? ഇല്ല, എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയണമെങ്കിൽ ദൈവസന അതിന്റെ 16-ാമത്തെ വാക്യം തൊട്ട് തന്നെ ഒന്ന് വായിക്കണം. 1:16 മുതൽ 20 വരെ. കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരൂശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഈ എഴുതുന്നത് ഫോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി.
പിന്നെ ഞാൻ സുറിയ കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി. യഹൂദയിലെ ക്രിസ്ത്യാനികൾക്കോ സഭകൾക്കോ ഞാൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു. ഞാൻ എഴുതുന്നത് ഫോസ്കല്ലെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയാണ്. ആ വാക്ക് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഫോസ്കല്ല, അത് ദൈവമാണ് സാക്ഷി. എങ്ങനെയാണ് പാസ്റ്റിൽ നിന്ന ഒരുവൻ പ്രസന്റിൽ ഇത്രയും മാറാൻ കാര്യം? ദമസ്കോസിൽ വെച്ചൊരു എൻകൗണ്ടർ ലഭിച്ചു. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും എൻകൗണ്ടർ ലഭിച്ചിട്ടുള്ളതാണ്. നമ്മൾക്കെല്ലാം കർത്താവ് ഓരോ വിധത്തിൽ, ശൗലിന് ദമസ്കോസിലാണെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഓരോ നിലവാരത്തിൽ വ്യത്യസ്ത രീതിയിൽ കർത്താവ് ഇടപെട്ടിട്ടാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, എൻകൗണ്ടർ ലഭിക്കുമ്പോൾ തന്നെ ഒരു വിഷനും കൂടാണ് ഇത് അവന്റെ മേൽ ഇട്ടുകൊടുക്കുന്നത്. കിട്ടിയ വിഷന്റെ മുന്നിൽ അവൻ ചർച്ച ചെയ്യാതെ, അവൻ ഒരു വ്യക്തികളോടും സംസാരിക്കാതെ, അവൻ ഒരു ഇടപാടിനും പോവാതെ കിട്ടിയ വിഷന് വേണ്ടി അവൻ സ്റ്റെപ്പ് ചെയ്യുകയാണെന്ന്. അവൻ ഒരാളെയും പ്രതീക്ഷിക്കാതെ, ഒരു വ്യക്തിയുടെ അഭിപ്രായം നോക്കാതെ അവൻ അറേബ്യൻ നാട്ടിലോട്ട് നീങ്ങുകയാണെന്ന്. എന്നെ കേൾക്കുന്ന ഈ ദൈവശബ്ദ പരിധിയിൽ നിൽക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആരെങ്കിലും ആഗ്രഹമില്ലാത്ത വ്യക്തികളുണ്ടോ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണ് വ്യത്യാസം? ആഗ്രഹം ഒരിക്കലും നമ്മളെ കർത്താവിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിലോട്ട് കൊണ്ടുപോകത്തില്ല. ഈ ആഗ്രഹം എന്നുള്ളത് ഇത് നമ്മുടേതല്ല, ഇത് കർത്താവ് ഇട്ട് നൽകുന്നതാണ്. ഇതൊരിക്കലും പൂർത്തീകരണത്തിലോട്ട് കൊണ്ടുപോകത്തില്ല. ആഗ്രഹമല്ല നിനക്ക് വേണ്ടുന്നത്, കിട്ടിയ വിഷന്റെ മുന്നിൽ നീ സ്റ്റെപ്പ് വെക്കണം. പൗലോസ് ചെയ്തതുപോലെ കിട്ടിയ വിഷന്റെ മുന്നിൽ സ്റ്റെപ്പ് വെക്കുന്ന ചിലരെ കർത്താവ് ഒരുക്കാൻ പോവുകയാണ്. ഇത് മറ്റൊരു വിഷയത്തിലോട്ടും പോകാതെ, ഇതൊരിക്കലും ഈ വിഷനെ പൊളിയാതെ പൗലോസ് കാത്ത് അതിന് സ്റ്റെപ്പ് വെച്ച് റിസൾട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റെപ്പ് വെക്കുന്ന ആരൊക്കെ ഉണ്ടോ, ഈ ദൈവ ശബ്ദ പരിധി നിൽക്കുന്ന ഏതൊക്കെ വ്യക്തികളുണ്ടോ, നീയും ഇതിന്റെ റിസൾട്ടുകൾ അനുഭവിക്കാൻ പോവുകയാണ്. യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരോട് അഭിപ്രായം ചോദിക്കാഞ്ഞത് അവർ മോശക്കാരായിട്ടല്ല. അവർ ഏറ്റവും ഉന്നതർ, ഏറ്റവും അവരുടേതായിട്ടുള്ള ലഭിച്ച കാഴ്ചപ്പാടിൽ അവർ പ്രയോജനപ്പെടുന്നവരാണ്. പക്ഷേ എങ്കിൽ പൗലോസിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, അവരെ എഴുന്നേൽപ്പിച്ചത് ഒരു മാളിക മുറിയിലെ എൻകൗണ്ടറിലൂടെയാണ്. ഒരു പക്ഷേ എങ്കിൽ പൗലോസ് അവിടെ നിന്ന് തന്നെ എഴുന്നേൽക്കണമെന്നില്ല. പൗലോസിനോട് വ്യത്യസ്തമായി മരുഭൂമിയിലാണ് പോകാൻ പറഞ്ഞത്. ഞാൻ പോകേണ്ട വഴിയിലല്ല നീ പോകേണ്ടത്. എന്താണോ നിങ്ങളോട് കർത്താവ് ഇടപെടുന്നത്, നിന്നോട് എന്താണോ ഇടപെടുന്നത്, നിന്റെ പാസ്റ്റർ എന്താണെന്നല്ല, നിന്റെ കൂടെയുള്ള സഹോദരന്മാരെന്താണെന്നല്ല, മറ്റേതെങ്കിലും അപ്പോസ്തലൻ എങ്ങനെ പ്രയോജനപ്പെട്ടെന്നല്ല. ഒരുത്തൻ മരുഭൂമിയിലാണെങ്കിൽ മറ്റൊരുവനും മാളിക മുറിയിലാണെങ്കിൽ, നിനക്കൊരു പക്ഷെ നിന്റെ മുറിയിലായിരിക്കും എൻകൗണ്ടർ. കേൾക്കുന്ന ദൈവശബ്ദത്തിന്, കിട്ടുന്ന വിഷന് സ്റ്റെപ്പ് വെക്കുന്ന ചിലർക്ക് വേണ്ടി കർത്താവിന്റെ എൻകൗണ്ടറുകൾ. ഇത് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ആയിരിക്കുന്ന സ്ഥാനത്ത് സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ. എൻകൗണ്ടർ ലഭിച്ച പൗലോസിന് 2 ഓപ്ഷൻ ഉണ്ട്. എന്തുവല്ലോ ആൾക്ക് മനസ്സിലായി ഇനി പണ്ടത്തെ പരിപാടി നടക്കത്തില്ലെന്ന്. കാരണം അങ്ങനത്തെ ഒരു എൻകൗണ്ടർ ലഭിച്ചേ, പഴയ രീതി പോകാൻ പറ്റത്തില്ല. ഇനി 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നാമത്തെ ഓപ്ഷൻ, അനന്യാസിൻ്റെ കൂടെയൊക്കെ ചേർന്ന് എല്ലാ ഞായറാഴ്ചയും സഭാരാധനയൊക്കെ മുടക്കാതെ അഡ്ജസ്റ്റ്മെന്റിൽ ഒരു മയത്തിൽ ആർക്കും പ്രശ്നമില്ലാതെ, പിശാചിനും പ്രശ്നമില്ല, ഒരാൾക്കും വിഷയമില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകണം, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാം. രണ്ടാമത്തെ ഓപ്ഷൻ, പൗലോസിനും ഫാദറും മദറും ഒരു സിസ്റ്ററും ഒക്കെ ഉണ്ട്, പൗലോസിനും ഉണ്ട്.
അവരെയും സുഹൃത്തുക്കളെ ആരെയും നോക്കാതെ കിട്ടിയ വിഷന് സ്റ്റെപ്പ് വെക്കാം. കിട്ടിയ വിഷന് സ്റ്റെപ്പ് വെക്കുവാണെങ്കിൽ കാര്യമുണ്ട്. പൗലോസിന് ഒരുപക്ഷെ താൻ സ്നേഹിക്കുന്ന ബന്ധുക്കാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും ഒരുപക്ഷെ മാറി നിൽക്കേണ്ടി വന്നേക്കാം. കിട്ടിയ സ്റ്റെപ്പിന് കിട്ടിയ വിഷന് നീ സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ നീ കുറെ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് നിന്റെ ആരോഗ്യമൊക്കെ ഇച്ചിരി ക്ഷീണിച്ചെന്നിരിക്കാം. കിട്ടിയ വിഷന് നീ സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ നിന്റെ സാമ്പത്തിക നിലവാരമൊക്കെ ഇച്ചിരി താന്നിരിക്കാം. കാരണം നീ മറ്റൊന്നിനും പോകാതെ വിഷന് വേണ്ടിയാണ് നിൽക്കുന്നത്. പൗലോസ് ചെയ്തത് കിട്ടിയ വിഷന് വേണ്ടിയാണ് സ്റ്റെപ്പ് വെച്ചത്. ഇന്ന് എന്നെ കേൾക്കുന്ന സഭയോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ കിട്ടിയ വിഷന് സ്റ്റെപ്പ് വെക്കുക. നീ അഡ്ജസ്റ്റ്മെന്റിലല്ല പോകേണ്ടത്. നീ സ്നേഹിക്കുന്ന നിന്റെ കുടുംബക്കാരുടെയോ നീ സ്നേഹിക്കുന്ന നിന്റെ സുഹൃത്തുക്കളുടെ പുറകെ അല്ല പോകേണ്ടത്. വിഷന് സ്റ്റെപ്പ് ചെയ്യുന്നവന്റെ പുറകെ ബാക്കി എല്ലാം ദൈവം കൊണ്ടുവരുമെന്നേ. സ്റ്റെപ്പ് വെക്കുമ്പോൾ ഫാസ്റ്റിംഗ് കയറേണ്ടി വരും. വെച്ചാ സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മൾ കുടുംബക്കാരിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരും. ഇതൊന്ന് സ്റ്റെപ്പ് വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാം താന്നൊക്കെ ഇരിക്കും. പക്ഷെ അതൊന്നും അല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ വിഷയം വിഷനാണ്. ഈ വിഷനെ പൂർത്തീകരിക്കാൻ നീ സ്റ്റെപ്പ് വെച്ചില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ വിഷൻ തന്ന ദൈവം നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ സ്റ്റക്കാവും. ഞാൻ സ്റ്റെപ്പ് വെക്കാതെ ഞാൻ ഇനി എത്ര പ്രസംഗം കേട്ടാലും, ഞാൻ ഇനി എത്ര അപ്പോസ്തലന്റെ കൈവെപ്പ് വാങ്ങിച്ചാലും, ഞാൻ ഇനി എന്തൊക്കെ തലകുത്തി ആരുടെ പുറകെ നടന്നാലും ഞാൻ സ്റ്റെപ്പ് വെക്കാതെ ദൈവം എന്നെ ആക്കാമെന്ന് പറഞ്ഞ ഏരിയ എനിക്ക് ചെല്ലാൻ പറ്റത്തില്ല. ഞാൻ ഇച്ചിരി സ്പീഡിൽ പോവുകയാണ്. അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ. എൻ്റെ 23-ാമത്തെ വാക്യം, മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ. ഞാൻ ഇച്ചിരി സ്പീഡിൽ പോവുകയാണ്, നിങ്ങൾ എന്നോട് തന്നെ നിൽക്കണം. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ യെരുശലേമിൽ നിൽക്കുമ്പോൾ, ഇല്ലെങ്കിൽ ആ റൂട്ടിലൂടെ വന്നപ്പോൾ അവൻ പ്രസംഗിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവന്റെ പാസ്റ്റിനെ പറ്റി പറഞ്ഞത് മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ. അപ്പോസ്തല പ്രവർത്തികൾ ഇപ്പൊ നമ്മൾ വായിച്ച ഗലാത്യയിലാണ്. അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായത്തിൽ അത് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് അവൻ ഉപദ്രവിച്ചതെന്ന്. ഈ ഒരു എൻകൗണ്ടറിന് ശേഷം ദമസ്കോസിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ നിന്ന് ദമസ്കോസിലുള്ളവർ പറഞ്ഞു, ഇവൻ പിന്നെയും പ്രശ്നം ഉണ്ടാക്കാനാണോ വന്നത്? പണ്ട് സഭയെ നാശം ചെയ്തവനാ ഇവൻ. പണ്ട് അവരെ പിടിച്ച് കെട്ടിക്കൊണ്ട് പോയവനാണ് ഇവൻ. അച്ഛാ തെറ്റ് ചെയ്തു, GP കെയർന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനല്ല കൊണ്ടുപോയത്, പിടിച്ച് കെട്ടിക്കൊണ്ട് പോയവനാണ് ഇവൻ. ചില്ലറക്കാരനല്ല. ഇപ്പോൾ പറയുന്നത് അവൻ അതേ ദേശത്ത് വന്ന് നിൽക്കുന്നെന്നാണെന്ന്. അവരുടെ ഭയം ഇവൻ സഭ ഇനിയും വീണ്ടും പൊളിക്കാനാണ് വന്നത്. അവരുടെ ഭയം ഇവൻ ഇത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാനാണ് വന്നത്. അവരുടെ ഭയം ഇത് മുടിക്കാൻ വേണ്ടിയാണ് വന്നത്. അവരുടെ ഭയം വീണ്ടും ഉപദ്രവിക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ പൗലോസ് മാറി നിന്നത് ഇത് സ്പ്ലിറ്റ് ചെയ്യാനല്ല, ഇത് യൂണിറ്റിയുടെ അഭിഷേകമായി. ഇത് സഭയോടുള്ള ആത്മഭാരത്തിൽ പൗലോസ് കയറി വരികയാണ്. ഇന്ന് വരെ ചിതറിയ സഭകളെ വീണ്ടും പണിയാൻ, ഇന്ന് വരെ തകർന്നവരെ വീണ്ടും പണിയാൻ, ഇന്ന് വരെ ചിതറിയവരെ വീണ്ടും ഒന്നിപ്പിക്കാൻ ഒരു അസാധാരണ അഭിഷേകവുമായി അജ്മാൻ സഭ കൂട്ടമായി എഴുന്നേൽക്കുകയാണ്. അവരുടെ ചിന്തകൾ തെറ്റല്ല, അവർക്ക് ഭയമാണ്. ഇത് പൊളിക്കാനാണോ, ഇവൻ ഇനിയും എന്ത് ചെയ്യാനാണോ? ഇവൻ മാറി നിന്നിട്ട് പൗലോസിനെ പേടിയാണ്, പൗലോസിനെ ഡൗട്ടാണ്. പക്ഷെങ്കിൽ പൗലോസ് ഇറങ്ങിയിരിക്കുന്നത് യൂണിറ്റിയുടെ സ്പിരിറ്റുമായിട്ടാണ്. ഇതുവരെ സഭ കണ്ടിട്ടില്ലാത്ത, പുതിയ നിയമം ഇതുവരെ അനുഭവിക്കാത്ത പുതിയ യൂണിറ്റിയുടെ സ്പിരിറ്റുമായി അനേകർക്ക് സഭകളെ സൃഷ്ടിക്കാൻ, അനേകരും ദൈവ രാജ്യത്തിൽ അനേകം പാപികളെ കൊണ്ടുവരാനുള്ള അസാധാരണ അഭിഷേകവുമായി ഇവിടെ നിന്നും ചിലർ എഴുന്നേൽക്കട്ടെ.
പ്രഭാന. യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ്. ഞാൻ കുറച്ചും കൂടെ വേഗതയിൽ പോവുകയാണ്. യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ്. കർത്താവ് ആഗ്രഹിക്കുന്നത് യൂണിറ്റി വേണമെന്നാണ്. യൂണിറ്റി വെച്ചാൽ ലോകപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് കൊണ്ട് യൂണിറ്റി. മദ്യപിക്കുന്നവർക്ക് വരെ യൂണിറ്റി ഉണ്ട്. ഒരു ഗ്ലാസ്സിലാണ് അവർ കുടിക്കുന്നത്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരും ഒരേ ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം രണ്ടെണ്ണമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീർന്നു പോകും. ഒരെണ്ണമാണ് റൗണ്ട് ചെയ്യുന്നത്, അത് തീർന്നിട്ട് അടുത്ത് എടുക്കത്തുള്ളൂ. അവർക്ക് പോലും ഉണ്ട് യൂണിറ്റി. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന യൂണിറ്റി നിങ്ങൾ കേട്ടാൽ മതി. എഫേസർ 4:3 പറയുന്നത് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പീൻ. യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് ആണ് കർത്താവ് സഭയുടെ മേൽ ആഗ്രഹിക്കുന്നത്. യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ്. ലോകപരമായിട്ടുള്ള യൂണിറ്റിയിൽ സംഭവിക്കുന്നത്, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് നിൽക്കണം. ലോകപരമായിട്ടുള്ള യൂണിറ്റിയിൽ സംഭവിക്കുന്നത് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്രെയിൻ ടു ബ്രെയിൻ ആണ്. ലോകപരമായിട്ടുള്ള യൂണിറ്റിയിൽ ഇൻഫർമേഷൻ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ബ്രെയിൻ ടു ബ്രെയിൻ ആണ്. അതായത് എനിക്കൊരാവശ്യമുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും വിഷയത്തിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞെങ്കിലാണ് അച്ഛൻ അറിയുന്നത്. ഇൻഫർമേഷൻ പാസ്സാകുന്നത് ബ്രെയിൻ ടു ബ്രെയിൻ ആണ്. പക്ഷെങ്കിൽ സ്പിരിറ്റ് ഓഫ് ദ യൂണിറ്റിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് ബ്രെയിൻ ടു ബ്രെയിൻ അല്ല പോകുന്നത്, ഇത് സ്പിരിറ്റിൽ നിന്ന് സ്പിരിറ്റിലോട്ട് പോകും. അച്ഛൻ ഒരു ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് വിഷയത്തിന്മേലാണ് ഭാരപ്പെട്ട് നിൽക്കുന്നത്, അത് എന്നോട് പറയണ്ട. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ സ്പിരിറ്റിൽ വരുന്നത് ഈ വിഷയമായിരിക്കും. നീ എന്ത് വചനമാണോ വായിച്ചിട്ട് വരുന്നത് ആ വചനം തന്നെ ഇവിടെ കയറി കണക്ട് ആവും. നീ എന്ത് വിഷയത്തിലാണോ ഭാരപ്പെട്ട് നിൽക്കുന്നത് ആ വിഷയത്തിന്മേലുള്ള സൊല്യൂഷൻ നിന്റെ ദൈവം എന്നിലൂടെ ചെയ്യിപ്പിക്കും. ഇതാണ് യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ്. ഇവിടെ ബ്രെയിൻ ടു ബ്രെയിൻ പരിപാടിയില്ല. യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റിൽ നിന്റെ വിഷയങ്ങളെ നടത്തി തരുന്നത് നീ 50 പേരോടും 100 പേരോടും കെഞ്ചി ചോദിച്ചിട്ടല്ല, അവൻ തൻ്റെ മഹത്വത്തോടെ ചെയ്യുന്നത് യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റിൽ നീ പോലും പറയാതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഒരാഴ്ച മുമ്പ് ഞാൻ തുണിക്കടയിൽ നിൽക്കുകയാണ്. എനിക്കറിയത്തില്ല, ഞാൻ ഈ വന്നപ്പോൾ തൊട്ടില്ല ഇനി ചേച്ചി എനിക്കറിയത്തില്ല, കർത്താവ് നിങ്ങളെ മാനിക്കും അങ്ങനെ പറയാൻ പറയുക. ഞാൻ അവിടെ നിന്നപ്പോൾ തൊട്ട് വേണമെങ്കിൽ വീട്ടിൽ ഇരുന്ന് കൂടായിരുന്നോ, കർത്താവ് നിങ്ങളെ മാനിക്കും. ഇങ്ങനെ വീണ്ടും വീണ്ടും വരുമോ, ഇതൊന്നും അല്ല എൻ്റെ വിഷയം, പക്ഷെ ഇങ്ങനെ പറയാൻ പറയുക. നമ്മുടെ ഹൃദയത്തെ കാണുന്നൊരു ദൈവമുണ്ട്. അത് ചിലപ്പം എൻ്റെ കൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയോ എൻ്റെ പാസ്റ്ററിനോ എൻ്റെ സഭയ്ക്കോ ഒന്നും അറിയത്തില്ല, പക്ഷെ നിന്റെ ഹൃദയത്തെ ദൈവം കാണുന്നുണ്ട്. അതൊരു ഭയങ്കര ദൂത. ഇത് ഭയങ്കരമായിട്ട് ചലിപ്പിക്കും. ഇത് ഞാൻ പറയുമ്പോൾ ഇത് നിങ്ങളെ ഭയങ്കരമായിട്ട് തൊടും. ഇത് 100 പേരെ തൊട്ടില്ലെങ്കിലും നിങ്ങളെ തൊടും. ഞാൻ ഈ 2 ആഴ്ച മുമ്പ് ഞാനൊരു ഷോപ്പിൽ നിൽക്കുകയാണ്. തുണി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പെട്ടെന്ന് പറഞ്ഞു, നീ ഈ സഹോദരനെ വിളിച്ചിട്ട് പറ നിന്റെ കയ്യിലുള്ള ആ ഒരു സാധനം ആ വ്യക്തിക്ക് കൊടുക്കാനേ. ഞാൻ പെട്ടെന്ന് ഈ സഹോദരനെ വിളിച്ചിട്ട് പറയുകയാണ്, സഹോദര, എൻ്റെ കയ്യിൽ 2 സാധനമുണ്ട് ഒരേപോലത്തെ. ഇത് നാളെ നിങ്ങൾ വരുമ്പോൾ ഇതിലൊന്ന് നിങ്ങൾ എടുത്തോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ പോയി ഒന്ന് വാങ്ങിക്കാം, അത് തന്നെ. അപ്പുറത്തുനിന്നുള്ള ആൻസർ എന്താണെന്നറിയാച്ചാ, 2 ദിവസം മുമ്പ് ഞാൻ മാളിൽ പോയി ഈ സാധനം എടുത്ത് ഞാൻ ട്രോളി വെച്ചു ബില്ലടിക്കാൻ. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇത് തിരിച്ചു വെക്കാൻ, ഇത് വാങ്ങിക്കാനുള്ള വെയിറ്റിംഗ് പീരീഡിലാണ് ഞാൻ. ആവശ്യത്തെ പറഞ്ഞോ അച്ഛാ, ആവശ്യത്തെ എന്നോട് സംസാരിച്ചോ. പക്ഷെ എങ്കിൽ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഇത് ബ്രെയിൻ ടു ബ്രെയിൻ പോകണ്ട, ഇത് സ്പിരിറ്റിൽ നിന്ന് സ്പിരിറ്റിലോട്ട് കയറി പോകുന്ന പോലെ ഡേറ്റ ട്രാൻസ്ഫർ ആവുന്നത്, ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ആവുന്നത്, നിന്റെ ആവശ്യങ്ങൾ ട്രാൻസ്ഫർ ആവുന്നത്, നീ ഏത് വിഷയത്തിലാണോ നിൽക്കുന്നത് അതിന്റെ സൊല്യൂഷൻ ട്രാൻസ്ഫർ ആവുന്നത് ഇത് സ്പിരിറ്റിൽ നിന്ന് സ്പിരിറ്റിലോട്ടാണ്.
എൻ്റെ അച്ഛാ കഴിഞ്ഞ ആഴ്ച എനിക്ക് വൈകിട്ട് ഒരു രീതിയിൽ റൂമിൽ കയറാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യം ഒരു മാളിൽ പോയി ഞാനിങ്ങനെ ഗ്രിൽ ചിക്കനെ നോക്കുക, എനിക്കൊട്ട് വേണ്ടാതാനോ. ഞാൻ നോക്കുവച്ചാ, ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുന്നു. തിരിച്ചു വന്നിട്ട് വണ്ടി കൊണ്ട് വീണ്ടും പോയിട്ട് എനിക്കങ്ങോട്ട് വാങ്ങിക്കാനും പറ്റുന്നില്ല, വാങ്ങിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഞാൻ വീണ്ടും തിരിച്ചു വന്നു ഒരു ചായ കുടിച്ചിട്ട്. വീണ്ടും പോയി ഞാൻ മൂന്നാമത്തെ തവണ പോയിട്ട് ഞാൻ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ നമ്മുടെ ഒരു സഹോദരനോട് പറഞ്ഞു, ബാ നമുക്കിത് കഴിക്കാമെന്ന്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നുള്ള ആൻസർ എന്താണെന്നറിയാം വെച്ചാ, ഒരാഴ്ചയായിട്ട് ഈ സാധനം വാങ്ങിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യുക, പക്ഷെ എനിക്ക് സാഹചര്യം കിട്ടുന്നില്ലെന്ന്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നിന്റെ ആവശ്യങ്ങളെ ഒന്നും കണ്ട നാട്ടുകാരോടും നിന്റെ കുറവുകളെ നിന്റെ ഇല്ലായ്മയൊന്നും എല്ലാരോടും പറഞ്ഞ് പരത്തണ്ടാന്നേ. നീ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റിൽ നിന്നേച്ചാ മതിയെന്നേ. നിന്റെ ആവശ്യം എന്താണോ, ഏത് വിഷയത്തിന്മേലാണോ നിൽക്കുന്നത്, ഇത് സ്പിരിറ്റിൽ നിന്നും സ്പിരിറ്റിലോട്ട് ട്രാൻസ്ഫർ ആയി ദൈവ മഹത്വത്തോടെ കാര്യങ്ങളെ ചെയ്യുമെന്നേ. ഓ റബ ശാതല പ്രഭാന. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുന്നു, യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് അനേകരെ ചാർജ് ചെയ്യാൻ പോവുകയാണെന്ന്. നമ്മുടെ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മെറ്റീരിയൽ അല്ല. അതൊക്കെ എങ്ങനെ നടന്നോളും, കുഴപ്പമില്ല, കർത്താവ് നടത്തിക്കോളും. നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാം? പുതിയ ഐഫോൺ കണ്ടിട്ടുണ്ടോ? ചാർജ് ഇല്ലാത്ത ഐഫോൺ എടുത്ത് ചാർജുള്ള ഐഫോണിൻ്റെ അങ്ങോട്ട് വെച്ച് കൊടുത്തേച്ചാൽ മതി വെച്ചാ. കേബിൾ പോലും കണക്റ്റ് ആവണ്ട, റിവേഴ്സ് ചാർജിങ്. ചാർജ് ഇല്ലാത്തതിൽ നിന്നും ചാർജ് ഉള്ളതിലോട്ട് കണക്റ്റ് ആവുമെന്ന്. റിവേഴ്സ് ചാർജിങ്. 2 ആഴ്ച മുമ്പ് സഹിച്ചാൻ പറഞ്ഞൊരു ഒരു വാചകമുണ്ട്, ഒരു വാക്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്യോന്യം പ്രബോധിപ്പിക്കുക. എടാ, ഈ ലോകപരമായിട്ട് ലോകത്തിലുള്ള മനുഷ്യൻ കണ്ടുപിടിച്ച ഈ വിഷയത്തിൽ, ഈ സാധനത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജ് ട്രാൻസ്ഫർ ആവുമെങ്കിൽ, നീ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റിൽ നിൽക്കുകയാണെങ്കിൽ, നീ ഏത് വിഷയത്തിലാണോ നിൽക്കുന്നത്, ഇല്ലെങ്കിൽ നീ എപ്പോഴാണോ ഡൗൺ ആകുന്നത്, അപ്പോ നിന്നെ ആത്മീയത്തിൽ അടുത്ത സഹോദരൻ ചാർജ് ചെയ്യുമെന്ന്. നീ എപ്പോഴാണോ നീ ഡൗൺ ആയി നിൽക്കുന്നത്, ഒരു പക്ഷെ എപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെന്നിരിക്കാം, ഒരു പക്ഷെ നീ പ്രാർത്ഥിക്കാതെ ഡൗൺ ആയിരിക്കാം, പക്ഷെ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റിൽ കയറിയാൽ നിന്നെ ഓട്ടോമാറ്റിക്കലി വിളിച്ച് ചാർജ് ചെയ്യുന്ന പോലെ, അന്യോന്യം പ്രബോധിപ്പിക്കുന്ന പോലെ, അജ്മാൻ സഭയിൽ അങ്ങനെ ഒരു നെറ്റ്വർക്ക്. ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, ഇന്നുവരെ ഒരുപക്ഷെ നിങ്ങൾ ആത്മീയത്തിൽ തളർന്ന് പലരും കണ്ടിട്ടുണ്ടാകാം, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ആത്മീയത്തിൽ തളർന്ന് പിശാച് കണ്ടിട്ടുണ്ടാകാം. പക്ഷെങ്കിൽ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ 24 hours നീ ചാർജ്ഡ് ആയിരിക്കും. കാരണം നീ കണക്ട് ചെയ്ത് നിൽക്കുവാണ് ഈ നെറ്റ്വർക്കിൽ. നീ എപ്പം ഡൗൺ ആയാലും അടുത്തടുത്തുനിന്ന് ചാർജ് കയറുന്ന പോലെ, ഒരു പിശാചിനും നിന്നെ നോക്കി നീ വാദിക്കാൻ കഴിയാത്ത പോലെ, ഒരു മനുഷ്യരുടെ മുമ്പിൽ നീ ഒരു നിന്നയാകാത്ത രീതിയിൽ കർത്താവ് മാനിക്കുന്ന സീസൺ. യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് നിൽക്കണോ? ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ഒരു സഭയിൽ നിന്നും വിളിച്ചപ്പോൾ തലേന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് ഇടപെട്ട ഒരു വിഷയമുണ്ട്. ഞാനിത് പറഞ്ഞും കൂടെ നിർത്തുവാണ്, മുന്നോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിന്റെ കയ്യിൽ നീ ഉപയോഗിക്കാത്ത പേഴ്സ് ഉണ്ടല്ലോ, നീ അതുകൊണ്ട് പോകണമെന്ന്. അച്ഛാനെ എനിക്ക് ആ പേഴ്സ് തന്നെ, പുതിയ പേഴ്സ് തന്നെ, ഞാൻ അത് അലമാരി വെച്ചേക്കുവാണ്, അപ്പോൾ അതുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ആ ദൈവശബ്ദം കേട്ട് ഞാൻ ഇതും പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോയി. ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല, അതേപോലെ വെച്ചിരുന്ന. ശുശ്രൂഷയ്ക്ക് ശേഷം കർത്താവ് എന്നോട് പറഞ്ഞു, നീ ആ സഹോദരന് വിളിച്ചിട്ട് നീ പേഴ്സ് കൊടുക്കാൻ. ഞാൻ ആ ബ്രദറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബ്രദറെ, എനിക്ക് നിങ്ങളുടെ ഒന്നും ബാക്ക്ഗ്രൗണ്ടോ നിങ്ങൾ ആരാന്നോ അറിയത്തില്ല, ഈ പേഴ്സ് കർത്താവ് പറഞ്ഞ് നിങ്ങൾക്ക് തരാൻ പറഞ്ഞുകൊണ്ട് കൊടുത്തു. അവിടെ നിന്നുള്ള റിപ്ലൈ എന്താണെന്നറിയോ? ദിവസനെ എൻ്റെ കയ്യിൽ ഈ പൈസ വെക്കാൻ, എൻ്റെ കയ്യിലെ കാർഡ് വെക്കാൻ ഒരു പേഴ്സ് ഇല്ലാഞ്ഞിട്ട് ഞാനിത് പോക്കറ്റിലും കവറിലുമാണ് ഇട്ടുകൊണ്ട് നടന്നതെന്ന്. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെന്ന്. അത് ഇങ്ങോട്ട് മാത്രമല്ല പോകുന്നത്, ഇത് അടിക്കുന്നത് അങ്ങോട്ടും കൂടാന്ന്. യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ ആവശ്യങ്ങളെല്ലാം അത് ആത്മീയ
ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ എല്ലാം കർത്താവ് മഹത്വത്തോടെ 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 ഒരു വ്യക്തിയുടെ മുമ്പ് തല കുനിക്കാതെ മാനിക്കുന്ന ദൈവമുണ്ടെന്ന് കാണാൻ പോവുകയാണ്. ഓ രബേൽ പ്രിവാന ശംദൽ പ്രഭേനെ. കർത്താവേ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ഉപവാസ ദിവസത്തിന്റെ 2ാം ദിനത്തിൽ നീ കേൾപ്പിച്ച ദൈവശബ്ദത്തെ ഞങ്ങൾ സഭയായി ഒരുമിച്ച് സ്വീകരിക്കുന്നു. അജ്മാൻ സഭയിൽ ഒരു യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ്. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കല്ലേ, ശൗലിനെ പോലെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തികളുമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. പക്ഷേങ്കിൽ തണുത്ത വ്യക്തികളുണ്ട്. അവർ ആത്മാവിൽ യോജിക്കാൻ പോവുകയാണ്. അവർ ആത്മാവിൻ്റെ ഐക്യതയിലോട്ട് വരാൻ പോവുകയാണ്. സഭ ഒരുമിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. ഒരു നെക്സ്റ്റ് ലെവൽ കർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു പൂർത്തീകരണം നമ്മൾ കാണാൻ പോവുകയാണ്. എന്നോട് ഇത് പറയുന്നു, ഇനിയും വൈകുകയില്ല. കർത്താവിൻ്റെ അസാധാരണ പ്രവൃത്തികൾ നമ്മൾ ഒരുമിച്ച് കാണാൻ പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ കേൾപ്പിച്ച ദൈവശബ്ദം അതേപോലെ ചലിക്കട്ടെ. ഞങ്ങളെ സൂമിലൂടെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ സഭയായി ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇന്ന് വന്ന ഒരു വ്യക്തികൾ പോലും വെറുതെ ആകല്ലേ. അവരുടെ ജീവിതത്തിൽ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള മേഖലകളിൽ വലിയ മാറ്റങ്ങൾ വരട്ടെ. കർത്താവെ, അത്ഭുതമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.